ഹായ്, നമ്മൾ ഇന്ന് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിന്റെ പാർട്ട് 3യിലേക്ക് കടക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ 2 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിന്റെ ബേസ് ചെയ്തിട്ട് അതിൽ ബേസിക് ഓപ്പറേഷൻസ് നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. പിന്നീട് ഹോൾ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്, അത് നിസർഗ സംഖ്യകൾ എന്ന് മലയാളത്തിൽ പറയും. 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3, 4 എന്നിങ്ങനെ കൗണ്ടിങ് നമ്പേഴ്സ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ നിസർഗ സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ നമ്മൾ 1 വീതം കൂട്ടി പോകുന്നു, അല്ലേ? ഇതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ആൻസർ പറഞ്ഞാൽ അത് ആ നമ്പർ +1 എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്ത നമ്പർ കിട്ടും, അല്ലേ? അതായത് ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് അനന്തമായി നീളുകയാണ്. അപ്പൊ അതിന് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര എന്നുള്ള എണ്ണൽ സംഖ്യകളാണ്. ഇതിൽ 1 ഏറ്റവും ചെറുത്, ഇൻഫിനിറ്റി ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് നമുക്ക് പറയാം. അടുത്തത് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകളാണ്. നമ്മൾ കണ്ട ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ നിസർഗ സംഖ്യകളുടെ കൂടെ 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ സെറ്റിനെയാണ്, ആ ഗണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പോകുന്നു. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും സ്മോളസ്റ്റ് ഹോൾ നമ്പർ ഏതാണ്? 0 ആണ്, അല്ലേ? ലാർജസ്റ്റ് ഹോൾ നമ്പറോ? അത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇനി ഇവിടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് അടുത്തടുത്ത 2 അഖണ്ഡ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 1 ആയിരിക്കും, അല്ലെ? 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ 1 ആണ്. അടുത്ത സംഖ്യ 5 ആണ്. അപ്പൊ 4ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്, അല്ലെ? അപ്പൊ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആയിരിക്കും. അടുത്തത് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്താണെന്ന് നോക്കാം. ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, അടുത്ത ഏതായിരിക്കും? 9 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. ഇതിൽ ഏറ്റവും സ്മോൾ ആയിട്ടുള്ളത് 1 ആണ്. ഇത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഓഡ് നമ്പർ, അത് 1 ആണ്. അടുത്ത ഓഡ് നമ്പർ ആണ് 3. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? 2 ആണ്, അല്ലെ? അപ്പൊ അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ വ്യത്യാസം 2 ആയിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 2. അല്ലെങ്കിൽ ഏത് 2 അടുത്തടുത്ത ഒറ്റസംഖ്യകൾ എടുത്തിട്ട് അതിന്റെ വ്യത്യാസം കാണാൻ പറഞ്ഞാൽ എന്തായിരിക്കും അത്? അത് 2 ആയിരിക്കും. അപ്പൊ 7 - 5 2, 5 - 3 2 എക്സെട്ര. ഇനി ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓഡ് നമ്പർ ഏതാണ്? അതും നമുക്ക് പറയാൻ സാധിക്കും, അത് ഇൻഫിനിറ്റി ആണ്. ഏത് ഓഡ് നമ്പർ എടുത്തിട്ടും ഓഡ് നമ്പർ എടുത്ത് 2 കൂട്ടിയാൽ അടുത്ത ഓഡ് നമ്പർ കിട്ടും. അപ്പോൾ ലാർജസ്റ്റ് ഓഡ് നമ്പർ ഈസ് ഇൻഫിനിറ്റി. അപ്പൊ അതാണ് നമുക്ക് ഒറ്റ സംഖ്യകളെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്ന് പറയും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലാണ്. 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഇതാണ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. അപ്പൊ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാണ്? 2 ആണ്. ഓക്കെ, ഇനി അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമോ? 2 ആണ്, അല്ലെ? 4 - 2 2, 6 - 4 2. അപ്പൊ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ വ്യത്യാസം 2 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് 2. ഇനി ഏതാണ് ലാർജസ്റ്റ് ഈവൻ നമ്പർ? അത് നമുക്ക് കാണാൻ സാധിക്കും, അത് ഇൻഫിനിറ്റി ആണ്, അല്ലെ? ഏത് സംഖ്യയാണ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാലും
അത് +2 എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഏത് ഈവൻ നമ്പറിനെ എടുത്താലും നമുക്കതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും ഇരട്ട സംഖ്യകൾ. ഓക്കെ, അടുത്തത് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. എന്താണ് പ്രൈം നമ്പർ? നോക്കാം. One number is a prime number if that number has only 2 factors as 1 and the same number. അതായത് ഒരു സംഖ്യ പ്രൈം നമ്പർ ആണ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയാണ് എന്ന് പറയണമെങ്കിൽ ആ സംഖ്യയ്ക്ക് ഓൺലി 2 ഫാക്ടേഴ്സ്, ആകെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? ആ സംഖ്യയും പിന്നെ ഒന്നും. മനസ്സിലായോ? ഒന്നും ആ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 7 എടുത്തു കഴിഞ്ഞാൽ 7 എന്ന് പറഞ്ഞാൽ 7ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 7നെ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഹരിക്കാൻ പറ്റും. 7നെ 1 കൊണ്ട് ഹരിക്കാം, പിന്നെ 7നെ 7 കൊണ്ട് ഹരിക്കാം. വേറെ ഒരു സംഖ്യ കൊണ്ടും 7നെ നമുക്ക് ഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ 7 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 7ഉം. അങ്ങനെയുള്ള നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണമാണ് 5, അല്ലേ? 5നെ 5 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 5ന് ആകെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 1ഉം 5ഉം. വേറൊരു പ്രൈം നമ്പർ ആണ് 3. 3യെ നമുക്ക് 3ഉം 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് കണ്ടെത്താൻ സാധിക്കൂ. അതുപോലെ തന്നെയാണ് 2 എന്നതും ഒരു പ്രൈം നമ്പറാണ്. 2നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം, അല്ലേ? അപ്പോൾ 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലാണ്. 2, 3, 5, 7 അങ്ങനെ പോകുന്നു പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് 2ന്. 2 ഒരു ഇരട്ട സംഖ്യയാണ്, നമ്മൾ കണ്ടു, അല്ലെ? അപ്പൊ ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഏക പ്രൈം നമ്പറും 2 ആണ്. മനസ്സിലായോ? വേറെ ഇപ്പൊ 2ന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? 2 ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. അതുപോലെ തന്നെ 2 ആണ് ഓൺലി ഈവൻ പ്രൈം നമ്പർ. വേറെ ഏത് ഈവൻ നമ്പർ എടുത്താലും, ഫോർ എക്സാമ്പിൾ 10 എടുത്താലോ, അതിന് 2ഉം 5ഉം ഫാക്ടേഴ്സ് ആയിരിക്കും. അതായത് എല്ലാ ഈവൻ നമ്പേഴ്സും 2ന്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 2 എല്ലാ ഈവൻ നമ്പേഴ്സിന്റെയും ഫാക്ടർ ആയിട്ട് വരും, അല്ലേ? അപ്പോൾ ഈവൻ നമ്പർ വേറെ ഒന്നും തന്നെ പ്രൈം നമ്പർ ആയിട്ടില്ല. ഇനി അടുത്തത് കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യസംഖ്യകൾ. ഓക്കെ, ഭാജ്യസംഖ്യകൾ എന്താണെന്ന് നോക്കാം. കോമ്പോസിറ്റ് നമ്പർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ that has at least one divisor other than 1 and itself. അതായത് ഒന്നും ആ സംഖ്യയും അല്ലാതെ മറ്റൊരു ഫാക്ടർ അല്ലെങ്കിൽ ഡിവൈസർ ഉണ്ടെങ്കിൽ ആ സംഖ്യയെ നമുക്ക് എന്ത് പറയാം? ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഒരു കോമ്പോസിറ്റ് നമ്പർ എടുത്താൽ ആ സംഖ്യക്ക് ഒന്നും ആ സംഖ്യയും കൂടാതെ വേറെ ഒരു ഫാക്ടറും കൂടി അല്ലെങ്കിൽ ഒരു ഘടകം കൂടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 15. 15നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. കൂടാതെ 3ഉം 5ഉം അതിന്റെ ഫാക്ടേഴ്സ് ആണ്. 3 × 5 is 15. അപ്പൊ 3ഉം 5ഉം ഫാക്ടേഴ്സ് ആണ്. അതായത് 1ഉം 15ഉം കൂടാതെ അതിന് മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. മറ്റൊരു എക്സാമ്പിൾ ആണ് 9, അല്ലെ? 9 എടുത്താലോ, 1ഉം 9ഉം അതിന്റെ ഫാക്ടേഴ്സ് ആണ്. കൂടാതെ 3 അതിന്റെ ഒരു ഫാക്ടർ ആണ്. 3 × 3 9 ആണ്, അല്ലെ? 3 മറ്റൊരു ഫാക്ടർ ആണ്. അപ്പൊ ഒന്നും ആ നമ്പറും കൂടാതെ മറ്റൊരു നമ്പർ ഘടകമായി വന്നാൽ ആ സംഖ്യയെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യ എന്ന് പറയും. നമ്മൾ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും അത് ഒന്നില്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അത് 1 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടു, ഹോൾ നമ്പേഴ്സ് കണ്ടു, പിന്നെ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, പിന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇത്രയും നമ്പേഴ്സ് നമ്മളിപ്പോൾ പഠിച്ചു.
ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ട് നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഓപ്പറേഷൻസ്, അതിൻ്റെ സം കാണുക എന്നിങ്ങനെയുള്ള ഓപ്പറേഷൻസ്, അതായത് PSC എക്സാമിനേഷനും അതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോവാം. നാച്ചുറൽ നമ്പേഴ്സ്, പിന്നീട് ഹോൾ നമ്പേഴ്സ്, അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എടുത്തു പഠിക്കാം. ഓക്കെ, ക്ലാസ്സുകൾ പല പ്രാവശ്യം കേട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.